എക്കണോമിക് വാല്യൂ ആഡഡ് ദാറ്റ് ഈസ് EVA എന്ന് പറയുന്ന കൺസെപ്റ്റാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. Economic value added or EVA. Okay, this concept was developed by John Stern and Bernard Stewart of the US consultancy firm in 1980s. Okay, 1980-ലാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു കൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്യുന്നത്. അതായത് ഹിയർ EVA measures economic profit by deducting cost of capital employed from the accounting profit. അക്കൗണ്ടിങ് പ്രോഫിറ്റിൽ നിന്നും, അതായത് അക്കൗണ്ടിങ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ആണ്. ഓക്കെ, ആ വാല്യൂവിൽ നിന്ന് നമുക്ക് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കുറച്ച് കിട്ടുന്ന വാല്യൂ ആണ് എക്കണോമിക് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഈ ഒരു ഇക്കണോമിക് പ്രോഫിറ്റിനെ മെഷർ ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ഈ ഒരു വാല്യൂ ആഡഡ്, ഇക്കണോമിക് വാല്യൂ ആഡഡ് എന്ന് പറയുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് എനി സർപ്ലസ് ജനറേറ്റഡ് ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് ഓവർ ആൻഡ് എബവ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഈസ് കോൾഡ് EVA. ഓക്കെ, കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിന് മുകളിൽ വരുന്ന സർപ്ലസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ഇവിടെ ഇക്കണോമിക് വാല്യൂ ആഡഡ് അല്ലെങ്കിൽ EVA എന്ന് പറയുന്നത്. അതായത് കണ്ടെത്താനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്, EVA ഈസ് ഈക്വൽ ടു NOPAT മൈനസ് TCE ഇൻറ്റു WACC ആണ്. ദാറ്റ് ഈസ് EVA എന്ന് പറഞ്ഞാൽ എക്കണോമിക് വാല്യൂ ആഡഡ്. NOPAT എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നോപാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നെറ്റ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ആണ്, മൈനസ് TCE ടോട്ടൽ ക്യാപിറ്റൽ എംപ്ലോയിഡ് ആണ്, ഇൻറ്റു വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. ഓക്കെ, WACC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ആണ്. ഓക്കെ, ദാറ്റ് ഈസ് ഇക്കണോമിക് വാല്യൂ ആഡഡ് മെഷർ ഇക്കണോമിക് പ്രോഫിറ്റ് ബൈ ഡിഡക്റ്റിംഗ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഫ്രം ദി അക്കൗണ്ടിങ് പ്രോഫിറ്റ്. അക്കൗണ്ടിങ് പ്രോഫിറ്റിൽ നിന്നും കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിനെ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ഇക്കണോമിക് പ്രോഫിറ്റിനെ മെഷർ ചെയ്യുകയാണ് EVA ചെയ്യുന്നത്. ഇവിടെ അക്കൗണ്ടിങ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ആണ്. ഓക്കെ, ടാക്സ് കുറച്ചതിന് ശേഷമുള്ള ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റിനെയാണ് നമ്മൾ അക്കൗണ്ടിങ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് സിംപ്ലി എനി സർപ്ലസ് ജനറേറ്റഡ് ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് ഓവർ ആൻഡ് എബവ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഈസ് കോൾഡ് EVA. കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിൻ്റെ മുകളിൽ നമുക്ക് കിട്ടുന്ന ഇൻകത്തിനെയാണ്, ആ ഒരു സർപ്ലസിനെയാണ് ഇവിടെ EVA എക്കണോമിക് വാല്യൂ ആഡഡ് എന്ന് പറയുന്നത്. കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിനിമം റേറ്റ് ഓഫ് റിട്ടേൺ എക്സ്പെക്റ്റഡ് ബൈ ദി ഇൻവെസ്റ്റേഴ്സ് ആണ്. ഇൻവെസ്റ്റേഴ്സ് പ്രതീക്ഷിക്കുന്ന റേറ്റ് ഓഫ് റിട്ടേൺ ആണ്. അത് പ്രത്യേകമായിട്ട് നമ്മൾ പഠിക്കാനുള്ള ഒരു പാർട്ടാണ്. ഓക്കെ, ഇനി ഇവിടെ നിങ്ങൾ നോക്കുക, യൂഷ്വലി ഈ ഒരു കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ മെത്തേഡ് പ്രകാരമാണ്. ആ ഒരു കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് പല തരത്തിൽ വരാം. അതിൽ വരുന്ന ഒരു മെത്തേഡാണ് എന്ത്, WACC എന്ന് പറയുന്നത്, വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഓക്കെ, അതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഇവിടെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കണ്ടെത്തുന്നത് എന്നുള്ളതാണ്. ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ നോക്കുക. അസ്യൂം ദാറ്റ് കമ്പനി X ഹാസ് ദി ഫോളോയിങ് കോമ്പണൻസ് ടു യൂസ് ഇൻ എ EVA ഫോർമുല. ദാറ്റ് ഈസ് ഫസ്റ്റ് വൺ പറഞ്ഞിട്ടുള്ളത് എന്താണ്, നെറ്റ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് 33,80,000, ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് 13 lakhs, then weighted average cost of capital 5.60%. ഓക്കെ, ഇതിനെ നമ്മൾ ഈ ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്യുന്നു. ഇക്കണോമിക് വാല്യൂ ആഡഡ് ഈസ് ഈക്വൽ ടു എന്ത് വരും, നെറ്റ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ക്വസ്റ്റ്യനിൽ എത്രയാണ്, 33,80,000 മൈനസ് ടോട്ടൽ ക്യാപിറ്റൽ എംപ്ലോയിഡ് എത്രയാണ്, ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് മൊത്തം വരുന്നത് 13 lakhs ആണ്, ഇൻറ്റു എന്തെടുക്കുന്നു 5.60%. ഓക്കെ, വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. ഇത് കണ്ടു കഴിഞ്ഞാൽ കിട്ടുന്ന വാല്യൂ അതാണ് എന്ത് ഇവിടെ EVA എന്ന് പറയുന്നത്. കണ്ടു കഴിഞ്ഞാൽ നമുക്ക് 33,07,200 എന്ന് ആൻസർ കിട്ടും. ഓക്കെ, അപ്പോൾ ഇതാണ് ഇക്കണോമിക് വാല്യൂ ആഡഡ് എന്ന് പറയുന്ന കൺസെപ്റ്റ്. സ്റ്റെപ്സ് ഇൻ ദി കാൽക്കുലേഷൻ ഓഫ് EVA. ഇക്കണോമിക് വാല്യൂ ആഡഡ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള സ്റ്റെപ്സ് ആണ് നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത്. അതിൽ ഫസ്റ്റ് ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്, കാൽക്കുലേഷൻ ഓഫ് NOPAT ആണ്. ദാറ്റ് ഈസ് നെറ്റ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ്. ഓക്കെ, ബിഫോർ ഇൻട്രസ്റ്റ് ആണ് ഇവിടെ ശരിക്കും എന്ത് വരുന്നത്, NOPAT എന്ന് പറയുന്നത് നെറ്റ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ്. ഓക്കെ, അതായത് സപ്പോസ് EBIT എത്രയാണ്, അതായത് ഏർണിംഗ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് 80,000 ആണ്, ഇൻട്രസ്റ്റ് 20,000 ആണെങ്കിൽ ടാക്സ് റേറ്റ് 40% തരുന്നതെങ്കിൽ അത്തരം കേസിൽ നമുക്കതിനെ കൺവേർട്ട് ചെയ്യാം. ഏർണിംഗ് ആഫ്റ്റർ ഇൻട്രസ്റ്റ് ആൻഡ് ബിഫോർ ടാക്സ് എത്രയായിരിക്കും, 60,000 ആയിരിക്കും. 80ൽ നിന്നും 20 കുറച്ച് കഴിഞ്ഞാൽ 60,000 കിട്ടും. ഓക്കെ, ആ കിട്ടുന്നതിൽ നിന്നുമാണ് നമ്മൾ ടാക്സ് കാണുന്നത് 60,000. അതായത് 60,000-ൻ്റെ 40% കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും, 24,000 കിട്ടും. ദെൻ നെക്സ്റ്റ് നമുക്ക്
NOPAT കാണാൻ, നെറ്റ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് കാണാൻ നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു 80,000 നിന്നാണ് എന്തിനെ മൈനസ് ചെയ്യേണ്ടത്, 24,000 മൈനസ് ചെയ്യേണ്ടത്, അതായത് ടാക്സ് റേറ്റ്. അപ്പോൾ നമുക്ക് 56,000 കിട്ടും. അപ്പോൾ ഇതാണ് ഒന്നാമത്തെ സ്റ്റെപ്പ് വരുന്നത്, എന്ത്, കാൽക്കുലേഷൻ ഓഫ് NOPAT, നെറ്റ് ഓപ്പറേറ്റിംഗ് ആഫ്റ്റർ ടാക്സ്. ഓക്കെ. രണ്ടാമത്തത് കാൽക്കുലേഷൻ ഓഫ് ക്യാപിറ്റൽ എംപ്ലോയിഡ് ആണ്. ക്യാപിറ്റൽ എംപ്ലോയിഡ് കാൽക്കുലേറ്റ് ചെയ്യലാണ്, അല്ലെങ്കിൽ ഇൻവെസ്റ്റഡ് ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യുക. അതിനുള്ള ഇക്വേഷൻ എന്താണ്, ക്യാപിറ്റൽ എംപ്ലോയിഡ് കാണാൻ നോൺ കറണ്ട് അസറ്റ് പ്ലസ് എന്താണ്, കറണ്ട് അസറ്റ് മൈനസ് കറണ്ട് ലാബിലിറ്റി, അതായത് ഫിക്സ്ഡ് അസറ്റ് പ്ലസ് വർക്കിംഗ് ക്യാപിറ്റലാണ് എന്ത്, ക്യാപിറ്റൽ എംപ്ലോയിഡ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഇക്വിറ്റി പ്ലസ് ലോങ് ടേം ഡെപ്റ്റ് ആണ്. ഇക്വിറ്റി ക്യാപിറ്റലിൻ്റെ കൂടെ എല്ലാ ലോങ് ടേം ഡെപ്റ്റ് കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ക്യാപിറ്റൽ എംപ്ലോയിഡ് കിട്ടും. ഓക്കെ. ഇനി നെക്സ്റ്റ് കാൽക്കുലേഷൻ ഓഫ് വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ആണ്. അത് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ KD, ദാറ്റ് ഈസ് കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് ഇൻറ്റു 1 മൈനസ് T. T എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടാക്സ് റേറ്റ് ആണ്. ഓക്കെ. അതിനെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, പ്രൊപ്പോർഷൻ ഓഫ് ഡെപ്റ്റ്, ഓവറോൾ ക്യാപിറ്റലിൽ ഡെപ്റ്റിൻ്റെ പ്രൊപ്പോർഷൻ എത്രയാണെന്ന് നോക്കുക. ദെൻ അതിനെ പ്ലസ് കോസ്റ്റ് ഓഫ് ഇക്വിറ്റി എടുക്കുന്നു. ഓക്കെ. അതിനെ ഷോർട്ടായിട്ട് കോസ്റ്റ് ഓഫ് ഇക്വിറ്റിയെ KE എന്ന് പറയും, ഇൻറ്റു പ്രൊപ്പോർഷൻ ഓഫ് ഇക്വിറ്റി, ഇക്വിറ്റിയുടെ പ്രൊപ്പോർഷൻ മൊത്തം എടുക്കുന്നു. അത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കിട്ടും. ആ വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കണ്ടെത്തുന്നു. ദെൻ നെക്സ്റ്റ് നമ്മൾ കാണേണ്ടത് എന്താണ്, കാൽക്കുലേഷൻ ഓഫ് EV ആണ്. അടുത്ത നാലാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ ഏത് ഇക്വേഷൻ കൊടുക്കുന്നു, നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുള്ള ഇക്വേഷൻ അപ്ലൈ ചെയ്തുകൊണ്ട് ഇക്കണോമിക് വാല്യൂ ആഡഡ് കാൽക്കുലേറ്റ് ചെയ്യുന്നു. ഓക്കെ. ജസ്റ്റ് ഇക്കണോമിക് വാല്യൂ ആഡഡുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഇവിടെ റുപ്പീസ് കൊടുത്തിട്ടുള്ളത് മുകളിൽ 3 0 ഇട്ട് കൊടുത്തത്, ആ 3 0 ഒമിറ്റ് ചെയ്തുകൊണ്ടാണ് ഇതിൽ തന്നിട്ടുള്ള എമൗണ്ട്സിനെ നമുക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ അതുകൂടെ കൂട്ടിയിട്ടാണ് ശരിക്കും ബാലൻസ് വരുന്നത്. ദാറ്റ് ഈസ് ഇവിടെ 2 lakh എന്നാണ് തന്നത്. ദാറ്റ് മീൻസ് എന്തായിരിക്കും, 20 crore ആയിട്ട് വരും. അപ്പോൾ ഇവിടെ നമ്മൾ വലിയ എമൗണ്ട് അത് ഒമിറ്റ് ചെയ്തതാണ്, 0. ഫസ്റ്റ് വൺ, റവന്യൂവിൽ പ്രൊജക്റ്റ് അഡ്വൈസർ ഫീ എത്രയാണ്, 2 lakh ആണ്. ടോട്ടൽ റവന്യൂ 2 lakh വരും. എക്സ്പെൻസസ്, ഡയറക്റ്റ് എക്സ്പെൻസസ് 1 lakh ആണ്. ടോട്ടൽ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് 1 lakh വരും. ഓപ്പറേറ്റിംഗ് ഇൻകം 1 lakh ആണ്. അപ്പോൾ അതാണ് മൊത്തം വരുന്നത്, 1 lakh ഓപ്പറേറ്റിംഗ് ഇൻകം. അതായത് 2 ലക്ഷത്തിൽ നിന്നും 1 ലക്ഷം മൈനസ് ചെയ്യുന്നു, അപ്പം 1 ലക്ഷം കിട്ടുന്നു. ഈ 1 ലക്ഷം എന്ന് പറയുന്നത് എന്താണ്, 10 കോടി ആയിരിക്കും. നമ്മൾ 3 0 കട്ട് ചെയ്തിട്ടാണ് എഴുതിയത്. ഓക്കെ. ദെൻ നെക്സ്റ്റ്, ദി കമ്പനി ഹാസ് എ ടോട്ടൽ ഇൻവെസ്റ്റഡ് ക്യാപിറ്റൽ ഓഫ് ₹3 crore. Of this 2 crore is through equity funding and rest 1 crore is by means of long term debt. Assume cost of debt to be 8% and cost of equity to be 10% and tax rate to be 30%. Calculate EVA. ഇത്രയുമാണ് തന്നത്. ഓക്കെ. അപ്പോൾ ഇതിനെ വർക്കൗട്ട് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഒന്നാമതായിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് NOPAT ആണ്, നെറ്റ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യണം. അതിന് നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് എന്താണ്, EBIT ആണ്. ഓപ്പറേറ്റിംഗ് ഇൻകം എന്ന് പറയുന്നത് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് ആണ് തന്നത്. ഏണിംഗ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് എത്രയാണ്, ഇവിടെ 1 lakh ആണ് തന്നിട്ടുള്ളത്. ഓക്കെ. ഏണിംഗ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ്. അതിൽ നമ്മൾ എന്തിനെ മൈനസ് ചെയ്യണം, ടാക്സിനെ മൈനസ് ചെയ്യണം. ടാക്സ് എത്രയാണ് ക്വസ്റ്റ്യനിൽ പറയുന്നത്, ടാക്സ് റേറ്റ് 30% ആണ്. 1 lakhൻ്റെ 30% കണ്ടു കഴിഞ്ഞാൽ 30,000 കിട്ടും. കുറച്ച് കഴിഞ്ഞാൽ 70,000 കിട്ടും. ഇതാണ് ഏണിംഗ് നെറ്റ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ്. ഓക്കെ. അപ്പോൾ ഒന്നാമത്തെ സ്റ്റെപ്പായി. ദെൻ നെക്സ്റ്റ് രണ്ടാമത്തേൽ എന്താണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്, കാൽക്കുലേഷൻ ഓഫ് ടോട്ടൽ ക്യാപിറ്റൽ എംപ്ലോയിഡ് ആണ്. കാൽക്കുലേഷൻ ഓഫ് ക്യാപിറ്റൽ എംപ്ലോയിഡ്, ടോട്ടൽ ക്യാപിറ്റൽ എംപ്ലോയിഡ് കാൽക്കുലേറ്റ് ചെയ്യാൻ ടോട്ടൽ ക്യാപിറ്റൽ എംപ്ലോയിഡ് ഈസ് ഈക്വൽ ടു, നമ്മുടെ ക്വസ്റ്റ്യനിൽ ഡയറക്റ്റ്ലി തന്നിട്ടുണ്ട് എത്രയാണ്, 3 crore ആണ്. 2 crore ഡെപ്റ്റും 1 crore എന്ത് ഇക്വിറ്റിയും. അപ്പോൾ ടോട്ടൽ ക്യാപിറ്റൽ എംപ്ലോയിഡ് ക്വസ്റ്റ്യനിൽ ഓൾറെഡി ഉണ്ട്, എന്താണ് 3 crore ആണെന്ന് തന്നിട്ടുണ്ട്. ഓക്കെ അല്ലേ. ദെൻ നെക്സ്റ്റ് തേർഡ് വൺ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടതാണ് കാൽക്കുലേഷൻ ഓഫ് വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ആണ് നെക്സ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ. വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കണ്ടെത്താൻ നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു, അതായത് KD ഇൻറ്റു 1 മൈനസ് T. ഓക്കെ. KD ഇൻറ്റു 1 മൈനസ് T ഇൻറ്റു എന്ത് കാണണം, പ്രൊപ്പോർഷൻ ഇൻറ്റു പ്രൊപ്പോർഷൻ ഓഫ് ഡെപ്റ്റ് പ്ലസ് എന്തെടുക്കണം, പ്ലസ് KE കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ഇൻറ്റു പ്രൊപ്പോർഷൻ ഓഫ് എന്തെടുക്കണം, പ്രൊപ്പോർഷൻ ഓഫ്
ഇക്വിറ്റി. ഇത് കണ്ടു കഴിഞ്ഞാലാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, ഇവിടെ വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കിട്ടുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുക, കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് തന്നിട്ടുണ്ട്. കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് എത്രയാണ്? 8% ആണ്. ദാറ്റ് ഈസ് കെ ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാലാണ് എന്ത്, 8%. അതേപോലെ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി തന്നിട്ടുണ്ട്. കോസ്റ്റ് ഓഫ് ഇക്വിറ്റി എത്രയാണ്? ദാറ്റ് ഈസ് കെ ഇ എത്രയാണ്? 10% ആണ്. അതും തന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ പ്രൊപ്പോർഷൻ ടാക്സ് റേറ്റ് ടി എന്നുള്ളതും തന്നിട്ടുണ്ട്. എത്രയാണ്? ടാക്സ് റേറ്റ് 30% ആണ്. ദെൻ നെക്സ്റ്റ് നമ്മൾ പ്രൊപ്പോർഷൻ ഓഫ് ഡെപ്റ്റ് ക്യാപിറ്റൽ ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. പ്രൊപ്പോർഷൻ ഓഫ് ഡെപ്റ്റ് ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യാൻ എന്ത് ചെയ്യണം? പ്രൊപ്പോർഷൻ ഓഫ് ഡെപ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാണ്. ഡെപ്റ്റ് ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യാണ്. ഇവിടെ ഡെപ്റ്റ് എത്രയാണ് വരുന്നത്? 1 crore ആണ് വരുന്നത്. മൊത്തം എത്രയാണ്? 3 crore ആണ്. അപ്പം 1/3 പോർഷൻ ആണ്. ഇനി ഇക്വിറ്റിയുടെ പോർഷനോ? ഇക്വിറ്റി 2 crore ആണ് വരുന്നത്. അപ്പോൾ 2/3 പോർഷൻ ആണ്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഇക്വേഷനിലേക്ക് കൊടുക്കുന്നു. കെ ഡി എത്രയാണ്? 8% ആണ്. ഇൻറ്റു 1 - ടി എന്ന് പറയുന്നത് 30% ആണ്. 30% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0.3 എന്ന് വരും. ഓക്കെ, ഇൻറ്റു പ്രൊപ്പോർഷൻ ഓഫ് ഡെപ്റ്റ് എത്രയാണ്? 1/3 ആണ്. ദെൻ അതിൻ്റെ കൂടെ എന്തിനെ കൂട്ടണം? നമ്മൾ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി എടുക്കണം. കോസ്റ്റ് ഓഫ് ഇക്വിറ്റി എത്രയാണ്? 10% ആണ്. ഇൻറ്റു പ്രൊപ്പോർഷൻ ഓഫ് ഇക്വിറ്റി എത്രയാണ്? 2/3 ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ജസ്റ്റ് നമ്മൾ വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 8.54 എന്ന് കിട്ടും. ദാറ്റ് ഈസ് 8.54% ആണ്. അപ്പോൾ മൂന്നാമത്തെ സ്റ്റെപ്പ് പോയി. അപ്പോൾ ഇവിടെ ഇ വി എ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ നമ്മൾ പറഞ്ഞു. NOPAT മൈനസ് എന്താണ്? ടോട്ടൽ ക്യാപിറ്റൽ എംപ്ലോയിഡ് ഇൻറ്റു വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ആണ്. ഓക്കെ, നേരത്തെ നമ്മൾ ക്വസ്റ്റ്യനിൽ മുകളിൽ എന്തായിട്ടുണ്ടായിരുന്നു? 3 0 ഇട്ട് കാണിച്ചിരുന്നു. അതായത് ആ 3 0 നമ്മൾ ഒമിറ്റ് ചെയ്തുകൊണ്ടാണ് ഇവിടെ കൊടുത്ത എമൗണ്ട് ക്വസ്റ്റ്യനിൽ കൊടുത്തത്. അപ്പോൾ ഇവിടെ 1 lakh എന്നുള്ളത് എന്താണ്? അവിടെ നമുക്ക് ശരിക്കും 10 crore ആണ് വരുന്നത്. അപ്പോൾ ലാസ്റ്റ് ആൻസർ എത്രയാണ്? 7 crore കിട്ടും. അങ്ങനെയാണെങ്കിൽ ഇവിടെ 7 crore ആണ് ശരിക്കും വരുന്നത്. ആ 7 crore നിന്ന് ടോട്ടൽ ക്യാപിറ്റൽ എംപ്ലോയിഡ് എത്രയാണ്? നമ്മുടെ ക്വസ്റ്റ്യനിൽ 3 crore ആണ്. അതിനെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ 8.54% കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ആൻസർ കണ്ടെത്തി കഴിഞ്ഞാൽ 6,74,38,000 എന്ന് കിട്ടും. അപ്പോൾ ഇതാണ് ഇ വി എയുടെ വാല്യൂ വരുന്നത്. ഓക്കെ.